ജഗ്ദീപ് ധൻകർ എന്ന ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് അമ്പരപ്പോടെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയുടെ അനുഭാവികളും പ്രവർത്തകരും, പ്രത്യേകിച്ചും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വളരെ വേഗം എത്താത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാത്ത നേതാക്കളൊക്കെ കണ്ടത്. കാരണം അപ്രതീക്ഷിതമായിരുന്നു ആ രാജി. ആ ദിവസം വരെയും രാജിവെക്കുന്ന ദിവസം വരെയും വളരെ സജീവമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ വൈകുന്നേരത്തോടു കൂടി ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് രാജിവെക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ അപ്രതീക്ഷിതമായ ഒന്നാകുന്നതിൽ കൗതുകമില്ല. പക്ഷേ പലപ്പോഴും അമ്പരപ്പിക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട്, അമ്പരപ്പിക്കുന്ന സ്ഥാനലബ്ധികൾ കൊണ്ട് പല സ്ഥാനങ്ങളിലേക്കും അപ്രതീക്ഷിതമായ ആളുകളെ എത്തിക്കുന്ന രീതി ബി ജെ പിക്ക്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊക്കെ ഉണ്ട് താനും. സാധാരണ ഉപരാഷ്ട്രപതി സ്ഥാനമൊഴിയുമ്പോൾ വൈകാരികമായ തരത്തിൽ പ്രതികരിക്കാറുള്ള നരേന്ദ്രമോദി ധൻകറിന് സാധാരണ രീതിയിൽ ആശംസ നേർന്നു എങ്കിലും ബി ജെ പി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് മൗനം തുടർന്നു. അത് പതിവുള്ള കാര്യമല്ല. ജഗ്ദീപ് ധൻകറിന് യാത്രയയപ്പ് നൽകാത്തതും ഒരുപാട് ചർച്ചയായി പിന്നീട് മാധ്യമങ്ങളിൽ നിറയുകയുണ്ടായി. വിടവാങ്ങൽ പ്രസംഗത്തിനും അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. വെറും 2 വരിയിൽ മാത്രം പ്രധാനമന്ത്രി ആശംസ അറിയിച്ചതും മറ്റും ഏറെ കൗതുകകരമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കുകയും പ്രതിപക്ഷം പലതരത്തിലുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസ് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി മുന്നോട്ട് വരികയും ദുരൂഹതയുണ്ട് എന്നും ജഗ്ദീപ് ധൻകറിനെ അപമാനിക്കലാണ് എന്നുമുള്ള അഭിപ്രായമൊക്കെ പങ്കുവെക്കപ്പെടുകയും ചെയ്തു. സർക്കാരുമായുള്ള ഭിന്നത അവിടെയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് വിശദീകരിക്കണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രാജ്യസഭ സ്തംഭിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രാജിയുടെ കാര്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം അത് വളരെ കൃത്യമായി തന്നെ വിജ്ഞാപനം ചെയ്ത പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ വൈകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനങ്ങൾ, പല തലങ്ങളിലുള്ള ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, രാഷ്ട്രപതി സ്ഥാനത്തേക്കൊക്കെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് എത്തിച്ചപ്പോഴൊക്കെ ഇത് വലിയ തോതിൽ എൻ ഡി എക്ക് പ്രയോജനം ചെയ്യുകയും ബി ജെ പിക്ക് പ്രയോജനം ചെയ്യുകയും ആ വിഭാഗത്തിനിടയിൽ കടന്നു കയറാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികൾ വിജയം കാണുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ തരത്തിൽ തന്നെയാണ് ഈ പുതിയ രാജിയെയും വിലയിരുത്തപ്പെടുന്നത് ചില രാഷ്ട്രീയ നിരീക്ഷകർ. ജഗ്ദീപ് ധൻകറിന് പകരം ആരാകുമെന്ന ചർച്ചകൾ ഇപ്പോൾ മുറുകുകയാണ്. ഇത്തവണ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഉള്ള ഒരാൾ ഉപരാഷ്ട്രപതിയാകും എന്നുള്ളതാണ് എൻ ഡി എയുടെ പദ്ധതി എന്നാണ് സൂചന. കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രിയും എൻ ഡി എയുടെ സഖ്യകക്ഷിയായ JDU നേതാവുമായ രാംനാഥ് താക്കൂറിൻ്റെ പേരാണ് വലിയ സാധ്യതയായി പറഞ്ഞു കേൾക്കപ്പെടുന്നത്. കാരണം ഭാരതരത്ന പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിൻ്റെ മകൻ കൂടിയാണ് രാംനാഥ് താക്കൂർ. ബീഹാറിലെ അതിപിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആൾ കൂടിയാണ് രാംനാഥ് താക്കൂർ. ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തിലേക്ക് വരിക എന്ന് പറയുന്നതിന് വലിയ തോതിലുള്ള ദൂരവ്യാപകമായ വലിയ തോതിലുള്ള പ്രതീക്ഷകൾ ബി ജെ പി പങ്കുവെക്കുകയാണ്. കാരണം നമുക്കറിയാം, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അതുമാത്രമല്ല, നിതീഷ് കുമാറിൻ്റെ കർമ്മത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്നത് പ്രധാനമാണ്. ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് അവിടെ. പക്ഷേ എൻ ഡി എക്ക് ബദലായി അവിടെ യു പി എ കക്ഷികൾ, യു പി എ ഒക്കെ വലിയ തോതിൽ, കോൺഗ്രസ് ആകട്ടെ, ലാലു പ്രസാദ് പാർട്ടിയാകട്ടെ, അതൊക്കെ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. സഖ്യമായി അവരും വലിയ തോതിലുള്ള മുന്നേറ്റം അവിടെ പ്രതീക്ഷിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, രാംനാഥ് താക്കൂർ എന്ന പേരിലേക്ക് ഒരുപക്ഷെ എൻ ഡി എ എത്തിയേക്കുക എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. ബീഹാറിൽ നടക്കാമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഗുണം എൻ ഡി എക്ക് ഉണ്ടാക്കും എന്ന് കരുതപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം രാജ്യസഭാ ഉപാധ്യക്ഷനായ ബീഹാറിൽ നിന്നുള്ള ജനതാദൾ യുണൈറ്റഡ് നേതാവ് ഹരിവംശ് സിംഗിൻ്റെ പേരുകൂടി, JDU നേതാവാണ്, ഹരിവംശ് സിംഗിൻ്റെ പേരിന് കൂടി മുൻതൂക്കമുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സർക്കാരിൻ്റെ വിശ്വസ്ത സഖ്യകക്ഷി എന്നതിന് പുറമെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഹരിവംശിൻ്റെ പദവി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പശ്ചാത്തലം ഉണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അതേസമയം ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്ന JP നഡ്ഡയുടെ പേരും ബി ജെ പി പരിഗണിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മുൻ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി, നിലവിലെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് എന്നിവരെയൊക്കെ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പരിഗണിക്കപ്പെടുന്ന കൂട്ടത്തിലുണ്ട്. ഒപ്പം മറ്റൊരു കൗതുകകരമായ പേര് ഇതിനോടൊപ്പം ഉയർന്നു വരുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളാണ്. ലോക്സഭയിലും
രാജ്യസഭയിലുമൊക്കെയായി 422 MP-മാർ NDAയ്ക്ക് ഉള്ളതും കൂടി നമുക്കറിയാം. നിതീഷ് കുമാറിൻ്റെ പേര് വരുമ്പോൾ നിതീഷ് കുമാറിനെ വളരെ കൃത്യമായി തന്നെ ഒരു സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്തു. ഒപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP നേതാവ് എത്തും എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. BJPക്ക് അത് വലിയ തോതിലുള്ള ആഗ്രഹമുള്ള ഒരു സ്ഥാനം കൂടിയാണ്. ബീഹാർ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി BJPയുടെ നേതാവ് എത്തുക, മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കുക എന്നൊക്കെ അത് നിതീഷ് കുമാറുമായി ചേർന്ന് നിൽക്കുന്നു. അതിനാണ് നിതീഷ് കുമാർ ഒരുപക്ഷെ ഉപരാഷ്ട്രപതി ആയി കഴിഞ്ഞാൽ NDAയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി, വിശ്വസ്തരായ ഘടകകക്ഷിയായ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ കൃത്യമായി തന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും 394 വോട്ടുകൾ മാത്രമാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കാൻ വേണ്ടത്. അതിനുള്ള ഭൂരിപക്ഷം തൽക്കാലം NDAയ്ക്ക് ഉണ്ട് താനും. ഭരണഘടനാ അനുച്ഛേദം 67 പ്രകാരം ഉപരാഷ്ട്രപതിയെ 5 കൊല്ലത്തേക്കാണ്. നമുക്കറിയാം ഇനി ഈ 2 വർഷം കഴിഞ്ഞാണ് ജഗദീപ് ധൻഖർ മാറുന്നത് എങ്കിൽ പോലും വരുന്ന ഉപരാഷ്ട്രപതിക്കും 5 വർഷം കാലയളവ് ഉണ്ടാകും. അല്ലാതെ ആ മറ്റ് കാലാവധി പൂർത്തിയാക്കുക എന്നുള്ള രീതിയല്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളത് എന്നതും പ്രധാനമാണ്. 32 ദിവസം നീളുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനായി ഉള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കമ്മീഷൻ പുറപ്പെടുവിച്ച് 32 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കുകയും വേണം. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കണം. കാരണം 26 അതുകൊണ്ട് തന്നെ വരുന്ന 26-ാം തീയതി അത് നിർണായകമാണ്. ആ ദിവസം വളരെ വ്യക്തമായി തന്നെ ഈ പേരുകളിൽ ആരാകും ഉപരാഷ്ട്രപതി എന്നതിൽ തീരുമാനവും വരും.